സൂക്ഷ്മാണുക്കളായ ട്രൈക്കോഡെർമ, സ്യൂഡോമോണാസ് എന്നിവയുപയോഗിച്ച് പ്രൊട്ടക്റ്റർ സ്ട്രക്ചറിനുള്ളിലെ രോഗകാരികളായ കുമിളുകളെയും ബാക്ടീരിയകളെയും എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നമുക്ക് നോക്കാം. ട്രൈക്കോഡെർമയെ നമുക്ക് പരിചയപ്പെടാം. ട്രൈക്കോഡെർമ ഒരു മിത്രകുമിളാണ്. ട്രൈക്കോഡെർമ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് മൂലം മണ്ണിലുള്ള വാട്ടരോഗം, ചീയൽ, കരിച്ചിൽ എന്നിവയെ നമുക്ക് ഫലപ്രദമായി നിയന്ത്രിക്കാം. ട്രൈക്കോഡെർമ നേരിട്ട് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ചാണകവും വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തിയ മിശ്രിതം മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. ഈ മിശ്രിതം തയ്യാറാക്കാനായി 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 2 കിലോഗ്രാം ട്രൈക്കോഡെർമ എന്നിവയാണ് ആവശ്യമായിട്ടുള്ളത്. ട്രൈക്കോഡെർമ മിശ്രിതം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായി തണലുള്ള ഒരു നിരന്ന പ്രദേശം തിരഞ്ഞെടുക്കുക. ഈ പ്രതലത്തിൽ ഒരു പോളിത്തീൻ ഷീറ്റ് വിരിച്ച ശേഷം 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം നിരത്തുക. ഇതിലേക്ക് നല്ലതുപോലെ പൊടിച്ചിട്ടുള്ള വേപ്പിൻ പിണ്ണാക്ക് 10 കിലോഗ്രാം ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഈ വേപ്പിൻ പിണ്ണാക്ക് ചാണക മിശ്രിതത്തിലേക്ക് 2 കിലോഗ്രാം ട്രൈക്കോഡെർമ ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കുക. ഈ മിശ്രിതം വെള്ളം തെളിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് കൂടാൻ പാടില്ല. ഇതിനുശേഷം ഈ മിശ്രിതം കൂനുകൂട്ടി വയ്ക്കുക. ഇതിന് മുകളിലായി പോളിത്തീൻ ഷീറ്റ് കൊണ്ട് മൂടിയിടുക. മൂടിയിട്ട മിശ്രിതം 5-6 ദിവസം നനക്കാതെ വയ്ക്കുക. അതിനുശേഷം ഈ മിശ്രിതം വീണ്ടും ഇളക്കി ആവശ്യത്തിന് വെള്ളം ചേർത്ത് തളിച്ച് കൂനയാക്കി ഒരാഴ്ച മൂടി വയ്ക്കുക. ഇപ്രകാരം തയ്യാറാക്കിയ ട്രൈക്കോഡെർമ മിശ്രിതം മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് ട്രൈക്കോഡെർമ. വെള്ളപ്പൊടി രൂപത്തിൽ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ട്രൈക്കോഡെർമ മിശ്രിതം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 9 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം, 1 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 200 ഗ്രാം ട്രൈക്കോഡെർമ എന്നിവയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഉണക്കിപ്പൊടിച്ച ചാണകത്തിനകത്തേക്ക് 1 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഈ മിശ്രിതത്തിലേക്ക് 200 ഗ്രാം ട്രൈക്കോഡെർമ ചേർത്ത് നല്ലതുപോലെ വീണ്ടും ഇളക്കുക. തുടർന്ന് ആവശ്യത്തിന് ചെറുതായി നനച്ചു കൊടുക്കുക. വീണ്ടും നല്ലതുപോലെ ഇളക്കുക. ഇളക്കിയ മിശ്രിതം ഒരു കൂനയായി കൂട്ടി വയ്ക്കുക. തുടർന്ന് മിശ്രിതത്തിന് മുകളിലായി പോളിത്തീൻ ഷീറ്റ് ഇതുപോലെ മൂടിയിടുക. 5-6 ദിവസത്തേക്ക് ഇത് നനക്കാതെ സൂക്ഷിക്കും. 5-6 ദിവസം മൂടി വെച്ചിട്ടുള്ള ഈ മിശ്രിതത്തിന് മുകളിൽ നിന്നും പോളിത്തീൻ ഷീറ്റ് മാറ്റിയ ശേഷം മിശ്രിതത്തിന് മുകളിലായി ആവശ്യത്തിന് വെള്ളം തളിക്കുക.
വീണ്ടും മിശ്രിതം നല്ലവണ്ണം ഇളക്കി ചേർക്കുക. വീണ്ടും മിശ്രിതത്തിന് മുകളിൽ പോളിത്തീൻ ഷീറ്റ് നല്ലതുപോലെ കവർ ചെയ്ത് ഒരാഴ്ച അനക്കാതെ വയ്ക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം ഇപ്രകാരം തയ്യാറാക്കിയ ട്രൈക്കോഡർമ മിശ്രിതം ചെടികൾക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ പോട്ടി മിശ്രം ഉണ്ടാക്കുന്നതിനും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു മിത്ര ബാക്ടീരിയയാണ് സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ്. ഈ ബാക്ടീരിയ രോഗാതുക്കളായ കുമിളുകളെയും ബാക്ടീരിയകളെയും നശിപ്പിക്കുന്നു. സസ്യങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ഇതാണ് സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ്. ഇതൊരു വെളുത്ത പൊടി രൂപത്തിലാണ് നമുക്ക് ലഭ്യമാകുന്നത്. ദ്രാവക രൂപത്തിലും നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. പ്രൊട്ടക്റ്റർ സ്ട്രക്ചറിനുള്ളിലെ സ്യൂഡോമോണാസിൻ്റെ പ്രയോഗ രീതികളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. 3 തരത്തിലുള്ള പ്രയോഗ രീതികളാണ് പ്രൊട്ടക്റ്റർ സ്ട്രക്ചറിനുള്ളിൽ നമ്മൾ സ്വീകരിക്കുന്നത്. ഒന്നാമത്തത് വിത്തിൽ പുരട്ടിയുള്ള പ്രയോഗ രീതി. രണ്ടാമത്തത് ചെടികളുടെ വേരുകളിൽ മുക്കിയുള്ള പ്രയോഗ രീതി. മൂന്നാമത്തത് സ്യൂഡോമോണാസ് വെള്ളത്തിൽ കലക്കി ചെടികൾ തളിക്കുന്ന പ്രയോഗ രീതി. ആദ്യത്തേത് വിത്തിൽ പുരട്ടിയുള്ള പ്രയോഗ രീതിയാണ്. 10 ഗ്രാം സ്യൂഡോമോണാസ് 1 കിലോഗ്രാം വിത്തിൽ പുരട്ടി പോളിഹൗസിൽ നമുക്ക് നടാൻ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് തൈകളുടെ വേരുകൾ 250 ഗ്രാം സ്യൂഡോമോണാസ് 750 ml വെള്ളത്തിൽ ലയിപ്പിച്ച ലായനിയിൽ 20 മിനിറ്റ് മുക്കി നമുക്ക് പോളിഹൗസിൽ നടാൻ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ചെടികളിൽ തളിച്ചു കൊടുക്കുന്ന രീതിയാണ്. 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനി സ്പ്രെയർ ഉപയോഗിച്ച് ചെടികളുടെ ഇലകളിലും തണ്ടുകളിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വിത്തിൽ പുരട്ടുന്ന രീതി നമുക്കിവിടെ ചെയ്ത് കാണിക്കാം. ഇത് 1 കിലോഗ്രാം വിത്താണ്. ഇത് 10 ഗ്രാം സ്യൂഡോമോണാസ് ആണ്. ഈ 1 കിലോഗ്രാം വിത്തിലേക്ക് 10 ഗ്രാം സ്യൂഡോമോണാസ് നന്നായി കൂട്ടിക്കലർത്തി എട്ട് മുതൽ 12 മണിക്കൂർ വെച്ച ശേഷം നമുക്ക് നടാൻ ഉപയോഗിക്കാവുന്നതാണ്. ഹൗസിനുള്ളിൽ നടാൻ ഉപയോഗിക്കുന്ന തൈകളിൽ സ്യൂഡോമോണാസ് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 250 ഗ്രാം സ്യൂഡോമോണാസ് 750 ml വെള്ളത്തിൽ ലയിപ്പിക്കുക. സ്യൂഡോമോണാസ് നന്നായി വെള്ളത്തിൽ ലയിപ്പിക്കുക. തുടർന്ന് നടാൻ ഉപയോഗിക്കുന്ന തൈകൾ 20 മിനിറ്റ് സ്യൂഡോമോണാസ് ലായനിയിൽ മുക്കി വയ്ക്കുക. ഇങ്ങനെ വേരുകൾ മുക്കി വെച്ച തൈകൾ 20 മിനിറ്റിന് ശേഷം എടുത്ത് പോളിഹൗസുകളിൽ നടാൻ ഉപയോഗിക്കാവുന്നതാണ്. സ്യൂഡോമോണാസ് ചെടികളിൽ തളിക്കുന്ന രീതിയാണ്. ഇത് 20 ഗ്രാം സ്യൂഡോമോണാസ് ആണ്. ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് നന്നായി ലയിപ്പിക്കുക. ഈ സ്യൂഡോമോണാസ് ലായനി അരിച്ചെടുക്കുക.
അരിച്ചെടുത്ത ലായനി സ്പ്രേയറിലേക്ക് ഒഴിച്ച് ചെടികളും ഇലകളിലും തണ്ടുകളിലും സ്പ്രേ